നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസലായ സ്ഥിതിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ വെക്കുന്നത്? ഈ കമ്പിളിക്കുപ്പായങ്ങളൊക്കെ യൂറോപ്യൻ ട്രിപ്പിന് വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. ഇനിയിപ്പോ വീട്ടിൽ പോകുന്ന ദിവസം ഇതൊക്കെ തിരിച്ച് അവിടെ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു. ട്രിപ്പ് ക്യാൻസലായത് സുമിതിക്ക് ഭയങ്കര വിഷമമായല്ലേ? ഗിരി ഇന്ന് എന്നോട് തുറന്നു പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഓർക്കുമ്പോ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസലായതൊക്കെ എത്ര നിസ്സാരം. ഇതൊക്കെ എനിക്കിപ്പോ ശീലായി ഗിരി. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരു കൊടുമുടിയോളം വളർത്തുക, പിന്നെ അതല്ല ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുക. അതല്ലേ കുറച്ച് കാലങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും എല്ലാം ശരിയാവും എന്നുള്ളൊരു നേരിയ പ്രതീക്ഷയെങ്കിലും എനിക്കുണ്ടായിരുന്നു. ഇന്നത്തോടെ അതും ഇല്ലണ്ടായി. ഈ യാത്രയെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചുള്ളതായിരുന്നു. ഇതിപ്പോ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി പോലെ തോന്നൽ. അന്നത്തെ ആ മാനസികാവസ്ഥയെന്ന് ഒരുപാടൊന്നും മാറാൻ എനിക്കായിട്ടില്ല സുമിത. എനിക്ക് സുമിതയോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. സുമിതയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്തിനും ഏതിനും ഇവിടെ ആളുകളുണ്ട്. സുമിതയ്ക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം. അതിനപ്പുറത്തേക്കുള്ള കെട്ടുപാടുകളൊന്നും നമുക്ക് ചേരില്ല സുമിത. എന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഗിരി? ഹലോ സ്നേഹ, കാര്യങ്ങളൊക്കെ എന്തായി? നീ ഗിരിയോടെല്ലാം തുറന്ന് സംസാരിച്ചോ? അത് വലിയ തമാശയായി പോയി സ്നേഹ. എന്തേ, എന്തു പറ്റി? നീ പറഞ്ഞ പോലെ ഞാൻ ഗിരിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഗിരിയോട് മറ്റൊരു കാര്യം പറഞ്ഞു. നീ പറയുന്നതിന് മുമ്പ് അവൻ അതെല്ലാം നിന്നോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പിന്നെ നിനക്കൊന്നും അവനോട് തിരിച്ചു പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
കുറച്ചു നേരം തോളിലിട്ട് പുറത്ത് തട്ടിക്കൊടുത്ത അവൾ ഉറങ്ങിക്കോളും. തൊട്ടിൽ കിടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഞെട്ടി എഴുന്നേറ്റ് കരയും. ഇപ്പൊ കുപ്പിപ്പാല കൊടുക്കുന്ന അതവള് ശീലിച്ചു വരുന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് കുടിക്കില്ല. കുറേശ്ശെ കുടിച്ചിട്ട് മുഖം തിരിച്ചു കളയും. മുഴുവനും കുടിപ്പിക്കാൻ നോക്കി തട്ടി മാറ്റി കളയും കുപ്പി. പിന്നെ കാച്ചി എണ്ണയെ തേച്ച് കുളിപ്പിക്കുന്ന അതും അവളുടെ ചില അത്യാവശ്യ സാധനങ്ങളുണ്ട്. സ്ഥിരം തേക്കുന്ന സോപ്പ്, ഇഷ്ടമുള്ള ടവല്, ഡ്രസ്സ് അതൊക്കെ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചകലാസ്തി പോയപ്പോഴേ ഞാനതെല്ലാം എടുത്തു തരാം. ഉറങ്ങിക്കഴിയുമ്പോ നിങ്ങൾ അവിടെ കൊണ്ടുപോയിക്കോ. ഉണർന്നിരിക്കുമ്പോ ഇവൾക്കെന്നെ എന്നെ പിരിയാൻ വിഷമായിരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് ഉറക്കിത്തരാം. വേണ്ട. ഇത്രയൊക്കെ ഇവളെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത നീ ഉള്ളപ്പോ ഇവളെന്തിനാടി ഞങ്ങൾ കൊണ്ടുപോകുന്നേ? എന്റെ മകന്റെ ചോരയാണെന്നുള്ളതിന്റെ പേരിലോ? അതിനേക്കാളും വലിയ സ്നേഹബന്ധമാ നിങ്ങൾക്കിടയിലുള്ളത്. അതിനു മുമ്പിൽ പുത്തേഴത്ത് വസ്മതി കുഞ്ഞമ്മ തോറ്റു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യാമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? അല്ല അർജുനേട്ടാ, ആദ്യം പോവേണ്ടത് രോഹിത്തിന്റെ വീട്ടിലേക്കാ. നടന്ന സംഭവങ്ങൾ അറിയിക്കണം. മകൻ തിരിച്ചെത്തുന്നതും കാത്ത് ഒരമ്മ ഇരിപ്പുണ്ട്. അവൻ ഇനി തിരിച്ചു വരില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതിലേ ഉള്ളൂ ഒരു സങ്കടം. കാണാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ. രോഹിത് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ വൈകിയത്? നോക്കിയിരുന്ന എന്റെ കണ്ണ് കഴിച്ചു.
അവരൊക്കെ എവിടെ? രോഹിത്തും അർജുനും പ്രീതിയൊക്കെ? വിഷ്ണുവിനെ കാണാനില്ലല്ലോ. അവരൊക്കെ പിന്നാലെ വേറെ വണ്ടിയെ വരുന്നുണ്ടാവും അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ചേച്ചി സുഖമായിട്ടിരിക്കാണോ? സങ്കടമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഒരു കുറവുമില്ലമ്മേ. അവിടുത്തെ അച്ഛനും അവന്തികേട്ടത്തെയും സന്ദീപേട്ടനും എല്ലാരും ചേച്ചിയെ തറയിൽ വെക്കാതെയാ കൊണ്ടു നടക്കുന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ നിന്റെ അമ്മയ്ക്ക്. നിന്റെ അമ്മയുടെ ടെൻഷൻ കണ്ട അച്ഛനെ ഏതോ ദുർനടപ്പുകാരന് കെട്ടിച്ചു കൊടുത്ത പോലെയാ. അവളിപ്പൊ ഇതൊക്കെ മറന്ന് സച്ചിയോടൊപ്പം സന്തോഷത്തോടെ കഴിയുമ്പോഴാ അമ്മയുടെ ഒരു കരച്ചില്. ചേച്ചിക്ക് സങ്കടം ഇല്ലാതില്ല. അതെന്താ? നമ്മളെ ഒന്നും കാണാത്തതിലുള്ള സങ്കടം മാത്രം. അത് പിന്നെ കാണാതിരിക്കൂ. അതൊക്കെ പതുക്കെ മാറും. അച്ചുചേച്ചി വേണം അവിടെ ഇപ്പൊ എല്ലാ കാര്യത്തിനും. എല്ലായിടത്തും അച്ചുചേച്ചിയുടെ കണ്ണെത്തണം. നെല്ലിശ്ശേരി വീടിന്റെ സ്വന്തം ആളായി മാറി എന്റെ ചേച്ചി. ഇതിൽ കൂടുതല് എന്ത് സന്തോഷം നമുക്ക് വേണ്ടത്? സച്ചിയോ? ആ, അതാ തമാശ. സച്ചേട്ടനും ഇപ്പോ അച്ചുചേച്ചിയിൽ അത് പറ്റില്ല. അച്ചുചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് മതി കക്ഷിക്ക്. ആഹാ, ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് പോലും അച്ചുചേച്ചി പറയണം. അതേ ഇടും. ഓഫീസിലെ ഫയലുകള് അച്ചുചേച്ചി തന്നെ കയ്യിലെടുത്ത് കൊടുക്കണം. ആദരി പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളീ പറയുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല അച്ചോട് ജീവിക്കുന്നത്. നീ എന്താ അനൂപ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം. എനിക്കേ അറിയൂ. നീ എന്തൊക്കെയാ ഈ മോനെ വെച്ച് സംസാരിക്കുന്നേ? അനുപേട്ടൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് പറയുന്നതാ. നിനക്ക് അനിയത്തിലുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. മോനെ, ആനയടുത്തും ആളെ അകന്നും അറിയണം. അത് തന്നെ അച്ഛൻ ഞാനും പറയുന്നത്. അനുപേട്ടൻ വന്നേ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യരുടെ സമാധാനം കളയാതെ. വിടന്നെ. ഞാൻ റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല. നമുക്ക് നാളെ തന്റെ വീട് വരുന്ന പോവാം. സത്യാണോ? താങ്ക്സ് ചേട്ടാ. സത്യമായിട്ടും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. താങ്ക്സ് ചേട്ടാ, ഈ തിരക്കിനിടയിലും എന്നെപ്പറ്റി ഓർത്തതിന്. ആവശ്യമില്ലാത്ത ചടങ്ങുകളാ. അച്ഛനാണേ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ഓരോരോ ഉപദേശങ്ങളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ സംബന്ധിച്ച് ആ വീടൊരു തീച്ചൂള തന്നെയാ. അവളെ എവിടെയിട്ട് നീറ്റി കൊല്ലുന്നതിന് പകരം സഹായിക്കേണ്ടത് എന്റെ കടമയാ. അല്ലെങ്കിൽ അവളെ ജീവൻ ഒടുക്കിന്ന് വരും. അവിടെ ചിലരൊക്കെ പരുഷമായി പെരുമാറുന്നതല്ല അവളെ വേദനിപ്പിക്കുന്നത്. സ്വാതി അവളോട് കാണിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ് അമ്മുവിന് താങ്ങാനാവാത്തത്.
അമ്മൂനെ പോലൊരു പെണ്ണിന് അത് താങ്ങാനാവില്ല സഞ്ജു. അവള് സമാധാനം കിട്ടുന്നിടത്ത് പൊയ്ക്കോട്ടെ. അവൾക്കവിടെ എല്ലാ സുരക്ഷയുണ്ട്. എന്നെ വിശ്വാസമില്ലെങ്കിൽ സഞ്ജുവിന് അവിടെ പോയി അമ്മൂനെ കാണാം. അമ്മു എവിടെ എങ്ങനെ ജീവിക്കുന്നെന്നറിയാൻ അവകാശമുള്ളത് ഈ ഭൂമിയിൽ സഞ്ജുവിന് മാത്രം. ഞാനത് നിഷേധിക്കില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. സ്വാതി അമ്മൂനെ പറ്റി ഇനി ഒന്നും അറിയരുത്. അവൾ അമ്മൂനെ മറക്കണം. അമ്മ പോയ സ്ഥലത്തെ അഡ്രസ് സിസ്റ്റർ എനിക്കൊന്നതാ. എന്ന പേരിൽ അവൾക്ക് അയാളെ എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം. ഭർത്താവിന് പി ആക്കിയവള് ശമ്പളം കൊടുക്കുന്നവൾക്ക് ഇവളെ കൂടാതെ ലോകത്ത് എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഗൗതം വാ പോവാം. എന്താ എത്രയും വേഗം കാണണമെന്ന് പറഞ്ഞത്? നമ്മളെ കബളിപ്പിച്ച അമ്മു നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ അത് ദിനേശന്റെ പിടിപ്പുകേടല്ല, ഗൗതമിന്റെ. അവളെ ആ സിസ്റ്റർ വീട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? സഞ്ജുവും സാദിയും വരെ ആ വീട്ടിൽ പോയതല്ലേ. ഇനിയിപ്പൊ അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ദിനേശൻ ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മ ഇപ്പോ മൂന്നാറിലേക്കുള്ള ഒരു വണ്ടിയിലുണ്ട്. അവള് തനിച്ചാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. സുരഭിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാള് അവൾക്കവിടെ ഒരു ജോലി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. സത്യമാണ് പറയുന്നത്. സിസ്റ്ററിന്റെ നീക്കങ്ങൾ അറിയാൻ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. അമ്മു ടെമ്പോയിൽ കയറി പോകുന്ന വിവരവും വണ്ടിയുടെ നമ്പരും വണ്ടി പോകുന്ന സ്ഥലവും കിട്ടിക്കഴിഞ്ഞു. മൂന്നാറായതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ സൗകര്യമായി. എന്താ പ്ലാൻ? നമ്മൾ തൽക്കാലം സുരഭി സിസ്റ്ററെ ചോദ്യം ചെയ്യുന്നില്ല. അവളുടെ വിശ്വാസം അമ്മു സുരക്ഷിതയായി പോവട്ടെ. അമ്മുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം സുരഭിയെ നമ്മൾ പിടികൂടും. നിങ്ങളുടൻ അമ്മു പോയ വണ്ടി പിന്തുടരണം. വണ്ടി പല സ്റ്റോപ്പുകളിലും നിർത്തി പോകുന്നതിനാൽ അധിക ദൂരം എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ടെമ്പോയുടെ പിന്നിലെത്താൻ കഴിയും. തുടർന്ന് ടെമ്പോയെ നിങ്ങൾ ഫോളോ ചെയ്യണം. അമ്മു വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അവള് കൈവിട്ട് പോയിന്ന് മാത്രം പറയാതിരുന്നാ മതി. അവളെ എനിക്ക് എന്റെ കൺമുമ്പിൽ കിട്ടിക്കഴിഞ്ഞാ മതി. ഇനി പിഴക്കില്ല. പോവാൻ ദിനേശ. നമ്മൾ തന്നെ പോണോ? ആളെ ഏർപ്പാടാക്കി പോരെ? അങ്ങനെ ചെയ്തു ഒന്നും ജയം കണ്ടിട്ടില്ല. ദിനേശ എന്റെ കൂടെ വന്നാ മതി. ദിനേശൻ വരും. നിങ്ങൾ ചെല്ല്. ദിനേശ വാ. ദിനേശന്റെ കാറ് നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിടാം. നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ ഉണ്ടാവും. വാ, ആലോചിക്കാൻ ടൈമില്ല. അവളെയും കൊണ്ട് ടെമ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയുടെ ചാവി വെച്ചു. ദിനേശ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ എന്താ സോദി അവിടുത്തെ വിശേഷം? അമ്മയെ നീ കണ്ടോ? അമ്മയുടെ നിലയില് മാറ്റമൊന്നുമില്ല സഞ്ജു. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഡോക്ടർ എപ്പോഴും അമ്മൂനെ അന്വേഷിച്ചു. അവൾ പോയത് എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവൾ പോയ വഴിയെ ഞാനും പോവാ. സത്യമാണോ സഞ്ജു പറയുന്നത്? വിലപ്പെട്ട വിവരം കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരം ഞാൻ പിന്നീട് പറയാം. അവള് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പിന്നാലെ പോവാ ഞാൻ. ഹൈ റേഞ്ചിലേക്ക് അമ്മ പോകുന്നത്. ഐസിയുയിൽ കയറി അമ്മയെ കാണാൻ അവസരം കിട്ടുമെങ്കിൽ നീ അമ്മയോട് ഉറപ്പായിട്ടും പറഞ്ഞോ ഞാൻ അമ്മൂനെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ശരി സഞ്ജു. എന്താ സോദി? അമ്മ ഇവിടെ ഉള്ളേന്ന് സഞ്ജു അറിഞ്ഞു. സഞ്ജു അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കോ? നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ. സഞ്ജു മറ്റൊരു കാര്യമായി ഓട്ടത്തില. അവന്റെ കാതിൽ എത്തുന്നതിന് മുൻപ് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ? ആ എന്താടി, സീരിയസ് മാറ്റർ ആണല്ലോ.
വർക്ക് മൊത്തം സ്റ്റക്കായിരിക്കുക. അത് വലിയൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം? ഗൗതമിന്റെ ഇടപെടൽ ഇഷ്ടപ്പെടാത്ത ആരോ ഉണ്ടാക്കിയ ഇഷ്യൂസാ മൊത്തത്തിലങ്ങ് വ്യാപിച്ചിരിക്കുന്നത്. അയാൾ എന്തിനാ ഇങ്ങനെ ജീവനക്കാരെ വെറുപ്പിക്കുന്നത്? അതിനു മാത്രം എന്ത് പവറാ അയാൾക്ക് ഈ കമ്പനിയിലുള്ളത്? അറിയാതെ നാവിന്ന് വീഴുന്ന ഒരു വാക്ക് പോരെ. പറഞ്ഞാ നിങ്ങൾക്ക് സുഖിക്കില്ലെന്നറിയാം. അച്ഛന് വയ്യാതായി, ശ്രീദേവി ഹോസ്പിറ്റലിലുമായി, ബിസിനസ്സിൽ തിരിച്ചടിയും തുടങ്ങി. അമ്മു ഈ വീട്ടിൽ നിന്ന് പോയതിന്റെ ലക്ഷണമാ ഈ കാണുന്നതൊക്കെ. അയ്യോ, അവളീ വീടിന്റെ അനന്തരാവകാശിയല്ലേ? അവള് പോയതോടെ ഐശ്വര്യവും പടിയിറങ്ങി പോവാൻ. ഓ, അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഇവിടെ ഉള്ളവരുടെ പ്രയാസം എന്താണെന്നൊക്കെ വല്യേച്ചിക്ക് അറിഞ്ഞൂടെ? വേലക്കാരിയുടെ ഒക്കെ സ്തുതി പാടിയാലല്ലേ പറ്റൂ. അച്ഛൻ മക്കളെ തോൽപ്പിക്കാൻ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് നടത്തുന്ന ഡ്രാമ. ആ, അതിനേക്കാളും വലിയ ഡ്രാമ കളിക്കുന്ന ശ്രീദേവി. കൊള്ളാമേ, ഒരു പെണ്ണിന് വേണ്ടി നടത്തുന്ന കലാപരിപാടികൾ. നമുക്ക് വേണ്ടി എന്താ അച്ഛൻ ചെയ്തത് കവിതേ? വീട് വിട്ടുപോയ ഞാൻ തിരിച്ചു വന്നിട്ടും അച്ഛൻ ഇപ്പോഴും പഴയ ആള് തന്നെ. നിർത്തടി. 26 വർഷമായി കൂടെയില്ലാത്ത മകളെ ഓർത്ത് ആ മനുഷ്യന്റെ കണ്ണ് നിറയാത്ത ദിവസങ്ങൾ കടന്നു പോയിട്ടില്ല. നീ ഞങ്ങളെ പകയോടെ അല്ലാതെ ഓർത്തിട്ടുണ്ടോ? നിനക്കൊരു കുഞ്ഞു പിറന്നപ്പോ അതിനെ ഒന്ന് കാണാനും കൊഞ്ചിക്കാനും ഒരുപാട് മോഹിച്ചു. നമുക്കതിനുള്ള ഭാഗ്യമില്ല വസുമതി എന്ന് നിറകണ്ണുകളോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനെ വന്നൊന്ന് കാണാൻ നീ സമ്മതിച്ചോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കിണ്ടിയിൽ വെള്ളം കൊടുത്ത് സ്വീകരിക്കാൻ പറഞ്ഞിട്ടേ പല്ലവി കഴുത്തിൽ മാലയിട്ട് സ്വീകരിച്ചല്ലോ മുത്തശ്ശ. പാറുവിന്റെ ഇളയതാ പല്ലവി. കയ്യിലിരിപ്പ് കണ്ട മൂത്തതാ. ലാളിച്ചു വളർത്തിയതിന്റെ ദോഷം നല്ലോണം ഉണ്ട്. ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. അംബിക കിണ്ടിയെടുക്ക. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ മോനകത്തേക്ക് കയറ്. പാർവതി, വിശാല് നിന്നെ വിവാഹം ചെയ്തത് ഇഷ്ടക്കേടോടെയാണെങ്കിൽ അത് നിന്റെ പ്രശ്നമല്ല, അവന്റെ മാത്രം പ്രശ്നം. ഭാര്യയാവാനുള്ള യോഗ്യത നിനക്കില്ലെങ്കിൽ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലായിരുന്നു. വിവാഹം ചെയ്തിട്ട് നീ എനിക്ക് ചേർന്ന പെണ്ണല്ലാന്ന് പറയുന്നതില് എന്തർത്ഥമുള്ളത്? ചെറിയമ്മ പറയുന്നത് തന്നെയാ ശരി. എവിടെയോ കിടന്നൊരു പാവം പെണ്ണിനെ വിവാഹം ചെയ്തതിനു ശേഷം നീ എനിക്ക് പറ്റിയ പെണ്ണല്ലെന്ന് പറയുന്നതില് ഒരു ന്യായവും ഇല്ല. നീ വിശാൽ ബ്രോയുടെ ഭാര്യ തന്നെയാ. ബ്രോ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് നീ എതിർക്കണം. മോളെ, നീ ഒറ്റയ്ക്കല്ല. ഞാനും ഗാർഗിയും ഗോപിയേട്ടനും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. അച്ഛമ്മയും മനസ്സുകൊണ്ട് നിന്റെ കൂടെ ആയിരിക്കും. പൂർണ്ണ മനസ്സോടെയൊന്നും ആയിരിക്കില്ല വിശാൽ ഇതിന് കൂട്ടുനിൽക്കുന്നത്. പ്രഭാവതി അവനെ അനങ്ങാൻ പറ്റാത്ത വിധം പിടിച്ചു കെട്ടിയിരിക്കുക. അവളെ തോൽപ്പിക്കണം. ഇല്ലെങ്കിൽ അവൾ ഈ കുടുംബം നാശമാക്കും. അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞു. മോളെ, നിന്റെ ജീവിതം മാത്രമല്ല ഈ കുടുംബവും രക്ഷപ്പെടും.
നീ സ്ട്രോങ് ആയിട്ട് നിന്ന. അദ്ദേഹത്തെ വേറെ വിവാഹം ചെയ്യാൻ അനുവദിക്കരുതെന്നല്ലേ ചെറിയമ്മ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കുമ്പോ എനിക്ക് അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ? അദ്ദേഹം വേറെ വിവാഹം ചെയ്താലും ഇല്ലെങ്കിലും എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? വേറെ വിവാഹം ചെയ്യാൻ ഞാൻ അനുവദിക്കാത്തതുകൊണ്ട് എന്നെ സ്വീകരിച്ചേക്കാം എന്നൊന്നും അദ്ദേഹം വിചാരിക്കില്ല. അദ്ദേഹത്തിനെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നൊരു ജീവിതം ലഭിക്കട്ടെ. ഞാൻ ഒരിക്കലും അത് തടയില്ല. പ്രഭാവതിയെ തോൽപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അമ്മയെ പോലൊരാളെ തോൽപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ചെറിയമ്മ. ആരോടും മത്സരിക്കാനും ഞാനില്ല. അദ്ദേഹം വേറൊരു പെൺകുട്ടിയുടെ കൈ പിടിക്കുന്നത് കണ്ടു സഹിക്കാനുള്ള മനക്കെട്ടിയും എനിക്കില്ല. ഉദയനൂരമ്മ എന്റെ മനസ്സിന് ശക്തി തരുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റെന്ത് ന്യായം പറയുന്നതിന് മുൻപ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വയം വിലവെക്കാത്ത ഒരു പെണ്ണിനെയും സമൂഹമോ സ്വന്തം കുടുംബമോ ഭർത്താവോ അങ്ങനെ ആരും തിരിഞ്ഞു നോക്കില്ല. നിന്റെ മൂല്യം തിരിച്ചറിയേണ്ടത് നീ തന്നെയാണ്. ഇങ്ങനെ അടുക്കളപ്പുറത്ത് നരകിച്ച് കിടക്കാനല്ല ഞാൻ എന്റെ മകനെ നിന്നെ ഏൽപ്പിച്ചത്. അവന്റെ രക്ഷയ്ക്കാണ്. അതിന് കഴിയാതെ ദൈവത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞ് യാചിക്കാൻ നാണമില്ലേ നിനക്ക്? എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കാം അമ്മ. എന്നാൽ ആദ്യം ഈ കരച്ചിൽ നിർത്ത. ഈശ്വരൻ നിനക്ക് മാത്രമായി കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഒരു സിദ്ധിയുണ്ട്. പോരാത്തതിന് മനുഷ്യ ജന്മത്തിൽ മാത്രം സാധിക്കുന്ന പലതും നിനക്ക് ഇപ്പോഴും പ്രാപ്യമാണ്. എന്റെ മകന്റെ പ്രാണൻ കാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ നീ തകർക്കരുത്. ഇല്ലമ്മേ, അദ്ദേഹത്തെ കാക്കാൻ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ശ്രമിക്കും. നിന്റെ താലി കാക്കേണ്ടത് നിന്റെ മാത്രം ധർമ്മമാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ജീവൻ കാളക്കൂട വിഷത്തിൽ നിന്നും രക്ഷിച്ചത് പാർവതീദേവിയുടെ ധൈര്യവും മനസാന്നിധ്യവുമാണ്. ആ ഉമാമഹേശ്വരി തന്നെയാണ് നിനക്കുള്ള മാതൃക. എന്താ ഇവിടെ? എവിടെ പോകുന്നു? കണ്ടാലറിയില്ലേ? ഓഫീസിലേക്ക്. ഇന്ന് പോകേണ്ട വല്ല അത്യാവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്ന് പോകണ്ടോ? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഇനി നിന്നെ ബോധിപ്പിച്ച അനുവാദം വാങ്ങിയിട്ട് വേണം ഞാൻ പോവാൻ. അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതുവഴി എന്തെങ്കിലും അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് വേണ്ട. ഒരു അധികാരമോ സ്ഥാനമോ മോഹിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്ത് വന്നാലും ഇന്ന് എവിടേക്കും പോകരുത്. ഇത് എന്റെ അപേക്ഷയാണ്. കൃത്യമായൊരു കാരണമില്ലാതെ ഞാൻ എന്റെ യാത്ര എന്തായാലും മുടക്കില്ല. പിന്നെ ഒന്ന്, ഞാൻ തന്നെ നേരിൽ പോയി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് വെറുതെ മുടക്കം പറഞ്ഞ് നിൽക്കാതെ ഇറങ്ങിപ്പോയേ. ഞാനേ ഇറങ്ങാൻ നോക്കട്ടെ.
നിന്റെ താലി കാക്കേണ്ടത് നിന്റെ മാത്രം ധർമ്മമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനാ വസുന്ധരെ, ജഗന്നാഥൻ. അഖില് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടി വന്നതാ. അടുത്ത കാലത്ത് നമ്മൾ തമ്മിൽ ചില ശത്രുതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും സ്ഥായിയായ പിണക്കങ്ങളല്ലല്ലോ. പ്രിയപ്പെട്ടവർക്ക് ഒരാപത്ത് വന്നാ ഓടി എത്താതിരിക്കാൻ പറ്റൂ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? വസുന്ധരെ, നിന്റെ ഈ കണ്ണീരുണങ്ങിക്കിടക്കുന്ന മുഖം കാണാൻ എന്റെ മായയില്ലാതെ പോയി. നീ ഇനി നിരന്തരം കരയും. നിന്നെ ഞങ്ങൾ കരയിക്കും. അറിഞ്ഞപ്പോ വിഷമം തോന്നി. അതാ പെട്ടെന്ന് ഓടി വന്നതേ. തലയ്ക്കാണല്ലേ അടി കിട്ടിയത്? നിങ്ങൾ എന്റെ മകനെ പറ്റി ആപത്ത് കണ്ടിട്ട് ആഘോഷിക്കാൻ വന്നതല്ലേ? എന്താ വസുന്ധര ഇങ്ങനെയൊക്കെ പറയുന്നേ? വസുന്ധരയുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാ എനിക്ക് ഓടി എത്താതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഇവനാണല്ലോ വസുന്ധരയുടെ വാത്സല്യപുത്രൻ. ഓമനപുത്രന് കിട്ടിയ അറ്റാക്കിൽ നൊന്തുപെറ്റ അമ്മ എന്നുള്ള നിലയിൽ വസുന്ധര നീറി നീറി കരയുന്നത് കാണാൻ ഒരാഗ്രഹം. അത് സ്വാഭാവികമല്ലേ വസുന്ധരെ? എന്റെ മകൻ സുഖമില്ലാതെ കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ടാണെന്നുണ്ടോ തന്റെ വെല്ലുവിളി? ഇറങ്ങി പോടോ. മകൻ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴെങ്കിലും ഈ ധാർഷ്ട്യം ഒന്ന് കുറയ്ക്ക് വസുന്ധരെ. വസുന്ധരയുടെ ഈ ധാർഷ്ട്യമാണല്ലോ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. പോവാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ശ്യാമയില്ലേ ഇവിടെ, ഇവന്റെ ഭാര്യ? അവളിവിടെ ഇല്ല. അവളും അവളുടെ ആങ്ങള അരവിന്ദനും കൂടിയാണല്ലേ ഇവനെ കൊല്ലാൻ നോക്കിയത്? അല്ല, ഈ അറ്റാക്ക് കണ്ടു നിന്ന ഒരു ദൃക്സാക്ഷിയാ എന്നോട് പറഞ്ഞത്. ശ്യാമ അവൾ ഇവനെ കൊല്ലും, സൂക്ഷിച്ചു. പോട്ടെ. അമ്മേ, ശ്യാമ എവിടെ അമ്മേ? ശ്യാമ അവള് നിന്നെ കൊല്ലാൻ നോക്കിയിട്ട് കൊല്ലാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തില് അവൾ ഇവിടുന്ന് പോയി. എന്താ അമ്മ പറയുന്ന? അമ്മ പറയുന്നതെല്ലാം സത്യമാ മോനെ. അവള് കുടുംബത്തോടെ ചേർന്ന് മറ്റെന്തോ ദുരുദ്ദേശത്ത് ചെയ്ത കാര്യം എല്ലാരും കൂടി ഗൂഢാലോചന ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന ആ സെക്യൂരിറ്റി ഇല്ലേ, അതവളുടെ അച്ഛനായിരുന്നു, വാസുദേവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ കാണാൻ 2 പേര് വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടപ്പെട്ടവരാ. ശ്യാമ വാസുദേവ മഹാറാണിയെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. എന്താണീ മിണ്ടാൻ നിൽക്കുന്നേ? ഞങ്ങളെ കളിയാക്കാണോ? കളിയാക്കുന്നത് മാഡം അല്ലേ?
ഓ അപ്പം നിനക്ക് നാവുണ്ട്. എന്തായി? കൊമ്പത്തെ തമ്പുരാന്റെ മണിമേടയിലേക്ക് കല്യാണം കഴിച്ച് ചെന്നിട്ട് അവര് കൊടിച്ചുപട്ടിയെ പോലെ അടിച്ചിറക്കി വിട്ടില്ലേ? പോയതുപോലെ ഇങ്ങ് പോന്നു. എന്തായാലും ഒക്കത്തൊരു ട്രോഫി ഇല്ലാത്തത് ഭാഗ്യം. ട്രോഫിയോ? ആ കുട്ടി, ചെല്ല കുട്ടി. അല്ലെങ്കിലും അവരെ എന്തിനാ പറയുന്നത്? ഏതെങ്കിലും ഒരട്ടം മെത്തേ കിടക്കുവോ? എന്തിനാ എന്നെ വിളിച്ചെന്ന് വെച്ചാ അത് പറയും. നീ എന്തിനാടി ഇങ്ങനെ ക്ഷോഭിക്കുന്നേ? അതെ, ഞങ്ങളോട് വേണ്ട കേട്ടോ നിന്റെ ഈ രോഷോ ക്ഷോഭോ ഒക്കെ. എടി, അവനവൻ അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. നിനക്കേ ആകാശമുട്ടയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, വല്ലതും നടക്കുവോ? രാജകുമാരനെ പോലൊരു ചെറുക്കനെ ഇവൾക്ക് സ്വന്തമാക്കണമെന്ന് പറഞ്ഞോ? അതൊക്കെ വല്ലത് നടക്കുന്ന കാര്യമാണോ? അന്നേ ഞാൻ പറഞ്ഞതാ, ഇണ്ടംപരത്തി, ആനന്ദ നിലയം, പുഷ്പത്തടം എന്നൊക്കെ പറഞ്ഞാലേ ഈ നാട്ടിലെ പ്രശസ്തമായ തറവാടുകളാ. അവിടെയൊക്കെ കേറി കൊത്തരുതെന്ന്. അതേതാ ഈ ഇന്തംപരത്തി? എന്റെ തറവാട്. അപ്പൊ ജയന്തിയും മുന്തിയ തറവാട്ടിലേതാണോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എടി, ഞങ്ങള് വന്നതേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. കോലോത്തെ തമ്പുരാട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളെ ഇട്ട് വട്ട് കളിപ്പിക്കരുത്. വിസ്മയക്ക് ഇനിയും പ്രോഗ്രാം വരും. മര്യാദയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോ കൂടെ വന്നേക്കണം. വന്നില്ലെങ്കി നീ വിവരം അറിയും. നീ ഒരു കാര്യം കൂടി ഓർത്തോ, ഇനി ഭർത്താവുമില്ല, ആശ്രയിക്കാൻ ആനന്ദ നിലയോ ഇല്ല. തന്നെ വേണോടി. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാ നിനക്കിവിടെ സുഖമായിട്ട് കഴിയാം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും. ഇതിന്റെ ആധാരം എന്റേതാ, കേട്ടോടി. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സുധാമണി ഇത്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇത് ഞാനല്ലേ, നിന്റെ ഭർത്താവ്. ഈ ഓഫീസിലാ നമ്മുടെ മോനും മരുമോളും ഒക്കെ ജോലി ചെയ്യുന്നത് അല്ലേ? എന്തായാലും എന്റെ കുട്ടികളെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. പറ്റില്ല. എന്താ സുധ ഇത്? നമ്മുടെ മക്കളല്ലേ? എന്റെ ജീവിതം ഈ ഗതിയിലാക്കി. ഇനി മക്കളെ ജീവിതത്തെ അലങ്കോലാക്കാനായിരിക്കും അല്ലേ? സമ്മതിക്കൂല. ഞാൻ ജീവിച്ചിരിക്കും, അത് അനുവദിക്കൂല. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി സുധാമണി. നിന്റെ വേദനയും നീ സഹിക്കുന്ന യാതനയും ഒക്കെ എനിക്ക് മനസ്സിലായി. ഇല്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ജീവനുള്ളിടത്തോളം നിങ്ങളൊന്നും മനസ്സിലാക്കുകയില്ല. നിങ്ങൾക്ക് സ്നേഹം നിങ്ങളോട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ മുന്നില് എടുത്തി പോലെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ എന്തോ കണ്ടിട്ടാന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പണ്ട് കണ്ട സുധാമണിയല്ല ഇപ്പൊ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നേ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹം മാത്രം നിറഞ്ഞൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാല് പൂ പോലൊരു ശരീരം ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത് ഒരു മൃഗത്തിന്റെ വായിലേക്കാന്ന്.
നീ എത്രമാത്രം ശകാരിച്ചാലും അത് ഞാൻ അർഹിക്കുന്നതിന്റെ 100-1 പോലും ആകില്ല എന്ന് എനിക്കറിയാം സുധാമണി. ഞാൻ പറഞ്ഞില്ലേ, പ്രായശ്ചിത്തം ചെയ്യാനാ ഞാൻ വീണ്ടും വന്നത്. പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഞാനാ. എന്നോട് ഞാനത് ചെയ്യേണ്ടത്. ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചു. അത് ഞാൻ എന്നോട് ചെയ്ത തെറ്റാ. ആ തെറ്റിനാ ഞാനിപ്പോ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നത്. ഞാൻ മാത്രല്ല, എന്നെ പോലെ ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് വന്ന് നിൽക്കുന്നു പ്രായശ്ചിത്തം ചെയ്യാൻ. സുധാമണി, ഞാൻ പറഞ്ഞില്ലേ, ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു, ഒരുപാട് തിരിച്ചറിവ് തന്നു. ചിലപ്പോൾ ഇനിയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ നല്ല ദിവസങ്ങൾ തുടങ്ങുന്നത്. നീ വാ, ടാക്സിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വെയിലും കൊണ്ട് നടക്കണ്ട. നിന്റെ വീടിനടുത്ത് ഞാൻ ഇറക്കാം. ഞാൻ വീട്ടിൽ കയറില്ല, അത് പേടിക്കണ്ട. സുധാമണി ഇപ്പൊ ഒന്നിനെയും പേടിക്കുന്നില്ല. പേടിയൊക്കെ മാറിക്കഴിഞ്ഞു. അന്ന് കല്യാണ മണ്ഡപത്തിലും പിന്നെ ഫോണിൽ കൂടിയും ഞാൻ പറയേണ്ടതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. മക്കളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യം നേടാന്ന് വിചാരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സക്സസ് ആയോന്നൊരു സംശയം. എന്താ അവള് വാങ്ങിച്ചില്ലടാ? അപ്പൊ സക്സസ് ആയില്ല. എന്റെ പൊന്നു മുതലാളി, വെള്ളി മോതിരം കൊടുത്താലൊന്നും പെണ്ണ് വീഴൂല. പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ചുരുങ്ങിയത് 1 പവന്റെങ്കിലും സ്വർണം കൊടുക്കണമെന്ന്. സ്വർണ്ണോ? അത് 1 പവന്? എന്റെ മുതലാളി സ്വന്തം പ്രണയിനിക്ക് വേണ്ടി താജ്മഹൽ വരെ പണിത ഷാജഹാന്റെ നാടായത്. മണ്ടന്മാര്. മണ്ടന്മാരൊന്നുമല്ല. പ്രണയം വിജയിക്കണമെങ്കിണ്ടല്ല, നല്ലോണം ചോള ഇറക്കണം. ചോള. എടാ, ചോള ഇറക്കാതെ എന്റെ പ്രണയം അവളോട് എങ്ങനെ പറയാം എന്നുള്ള വല്ല ആലോചിക്കും ഉണ്ടോ? ചോള ഇറക്കാതെ അവളോട് എങ്ങനെ പ്രണയം പറയാം? വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലേ? വാ ആലോചിക്കാം. മുതലാളി എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പേടിയല്ലടാ, പിന്നെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു എന്റെ മുതലാളി, പ്രേമത്തിന് കയ്യും കാലും പ്രായമൊന്നും ഇല്ല. ഇല്ല. അവള് വരുമ്പോ മുതലാളി ഇതാ കൊടുത്താൽ മതി. മതിയോ? പിന്നെ എന്നാലും ഒരെന്നാലും ഇല്ല. മുതലാളിക്ക് പറയാനുള്ളതൊക്കെ ഇതിൽ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഞാൻ കൊടുത്താൽ മതി. ഓക്കെയാണ്. നമുക്കൊരു മെസ്സേജ് അയച്ചാലോ? ഇതെല്ലാം കളഞ്ഞ് ഫോണിലൊക്കെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? പ്രേമത്തിന്റെ ആ ഒരു സീരിയസ്നെസ്, അതൊരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ എഴുത്തിലൂടെ തന്നെ വേണം. മനസ്സിലായോ? മനോരേട്ടാ, വേണ്ട വേണ്ട, അവിടുന്നുള്ള പൈസയൊക്കെ ഞാൻ പിരിച്ചതാ. ഇനി മറ്റേ സുഭാഷ് നഗർ ഇല്ലേ, അവിടെ പോയാ മതി. കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാനോ? പിന്നെ അല്ലാതെ അവരെ വീട്ടിലാരെങ്കിലും കാണൂ? എന്റെ പൊന്നു മുതലാളി, ഇങ്ങനെ പേടിക്കില്ല, ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്തെങ്കിലും ചെയ്തൊന്ന് കൊടുക്ക്. അതാണല്ലോ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നീ അപ്പുറത്തോട്ട് മാറിയിരിക്കും. ഞാൻ മാറി. അവിടെ പോകുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്നും കൂടെ ഒന്ന് തിരക്കേക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഒറ്റയ്ക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ? എന്താ? എന്തിനാ? പ്ലീസ്. എന്താ? എന്താ? ഇത് വാങ്ങിച്ചു. ഇതെന്താ? അല്ല, ഇത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പലിശയുടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊന്നും എനിക്ക് വേണ്ട. അല്ല, കുഴപ്പമില്ല, മലയാളം വായിച്ചു. വേണ്ട, എനിക്ക് വേണ്ട. എന്നാ പിന്നെ പലിശയുടെ കാര്യം പറയാനുണ്ടെങ്കിൽ പലിശ മൊത്തം എനിക്കിപ്പോൾ കിട്ടണം.
ഇപ്പൊ തരുന്ന എങ്ങനെയാ? ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. കിട്ടിയില്ലെങ്കിൽ കത്ത് വാങ്ങിക്കണം. അതെ, വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നാ ഞാൻ വിളിച്ചു പോവും. ഞാൻ പോവാ. പോലെ ഷാഹിന, എന്താ മോളെ? എന്താ അമ്മ? എന്താ നിനക്കൊരു വല്ലായ്മ പോലെ? വല്ലായ്മ പോലെയോ? ഒന്നുമില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.